മോദി അമിത്ഷാ സംഘത്തിൻ്റെ പുതിയ നീക്കത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് തുല്യ പരിഗണന സർസംഘചാലകിന് നൽകുന്നു. സർസംഘചാലക് മോഹൻ ഭഗവത്തിന് ചുറ്റും സ്വന്തം സുരക്ഷാവൃന്ദമൊരുക്കിയാണ് തുല്യനായി എത്തിച്ചിരിക്കുന്നത്. ഇനി ഭരണത്തിലും നേരിട്ടുള്ള നാഗ്പൂർ ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. BJPക്ക് സീറ്റ് കുറഞ്ഞത് RSS നീക്കം കാരണമാണെന്നും വിലയിരുത്തലിലെത്തിയിരുന്നു. അതിനുശേഷമാണ് RSS സഹകരണം സജീവമാക്കാൻ മോദി ഷാ സംഘം നടപടികൾ എടുത്തു തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള വിലക്ക് മോദി സർക്കാർ നീക്കി. UPയിൽ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് തുടരുമെന്നും നാഗ്പൂർ നിലപാട് മോദി അംഗീകരിച്ചു. ഇതോടെ RSS അയഞ്ഞു. ഇതിന് പിന്നാലെയാണ് മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പമാക്കി മോഹൻ ഭഗവത്തിനെയും എത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനാധിപത്യ നീതിന്യായ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് RSSൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഈ നീക്കം. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള യജ്ഞത്തിലാണ് BJPയും അതിനെ നിയന്ത്രിക്കുന്ന RSS ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുമെന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതിന് പരസ്യമായി കുടപിടിക്കുകയാണ് ഈ നടപടിയിലൂടെ. സംഘപരിവാരങ്ങളുടെ മുഖ്യ സൈദ്ധാന്തികനായ സവർക്കറും മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഭരണഘടനാ നിർമ്മിതിക്കായി വാദിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തി ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനും മനുസ്മൃതിയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കാനുമുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു എന്നത് വ്യക്തമാണ്. അതിൻ്റെ മുഖ്യ ചുമതലക്കാരനാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവി നൽകിയിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നുൾപ്പെടെ മോഹൻ ഭഗവത്തിന് ഭീഷണി നേരിടുന്നുണ്ടെന്നും BJP ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ഏജൻസികൾ തികച്ചും അശ്രദ്ധമായ രീതിയിലാണ് RSS നേതാവിൻ്റെ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുന്നതെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ. ഇനി മോഹൻ ഭഗവത്ത് സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിനുള്ളിലും സമീപത്തും പരിശോധന കർശനമാക്കും. പരിശോധന കൂടാതെ ആരെയും കടത്തിവിടില്ല. പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകൾ കർശന സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ച് ഭഗവത്തിൻ്റെ യാത്ര ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിപ്പ്. ജനങ്ങളുടെ ചിലവിൽ പരിവാർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വഴിയൊരുക്കിയിരിക്കുകയാണ് കേന്ദ്രം. ഇതിന് NDA ഘടകകക്ഷികൾ കൈയടിക്കുമോ എന്നാണ് അറിയേണ്ടത്.